ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति स्वपदान्तिकं। वन्देऽहं श्रीगुरुं श्रीयुतपदकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगणललिता श्रीविशाखान्वितंश्च। हे कृष्णा करुणा सिन्धु दीनबन्धो जगत्पते गोपेश गोपिका कान्त राधाकान्त नमोऽस्तुते। तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिने नामिने। नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम 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 हरे हरे। गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो। ഹരേ കൃഷ്ണ ഹരി ഓം തത്സത്. നമ്മുടെ ശ്രീമദ് ഭഗവത്ഗീത 5-ാമത്തെ അധ്യായം. എത്ര നമ്പർ പറഞ്ഞു? 22 അല്ലേ? 22-ാമത്തെ ശ്ലോകം. യേഹി സംസ്പർശജാ ഭോഗ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവത്ത കൗന്തേയ നതേഷു രമതേ ബുധാ. യേഹി സംസ്പർശജായോ ഭോഗ ദുഃഖയോനയ ഏവ തേ ആദ്യന്തവത്ത കൗന്തേയ നതേഷു രമതേ ബുധാ. ശ്രീദേവി മാതാജി. हरे कृष्णा। ओम नमो भगवते वासुदेवाय। ये हि संस्पर्शजा भोगा योग दुःखयोनय एव ते आद्यन्तवन्त कौन्तेय न तेषु रमते बुधः। हरे कृष्ण। ഹരേ കൃഷ്ണ. മഞ്ജു മാതാജി. हरे कृष्ण। ये हि संस्पर्शजा भोगा दुःखयोनय एव ते आद्यन्तवन्त कौन्तेय न तेषु रमते बुधः। സാവിത്രി മാതാജി. हरे कृष्णा। ये हि संस्पर्शजा भोगा दुःखयोनय एव ते आद्यन्तवन्त कौन्तेय न तेषु रमते बुधः। ഹരി ബോൾ. രോഷി മാതാജി. हरे कृष्ण प्रभु। ओम नमो भगवते वासुदेवाय। ये हि संस्पर्शजा भोगा दुःखयोनय एव ते आद्यन्तवन्त कौन्तेय न तेषु रमते बुधः। ഹരി ബോൾ. വിനോദി മാതാജി. हरे कृष्ण प्रभु। ये हि संस्पर्शजा भोगा दुःखयोनय एव ते आद्यन्तवन्त कौन्तेय न तेषु रमते बुधः। हरे कृष्ण। Hari bol, Hari bol. An intelligent person does not take part in the sources of misery, which are due to contact with the material senses. O son of Kunti, such pleasure have a beginning and an end, and so the wise man does not delight in them. ഭഗവാൻ അർജുനോട് പറഞ്ഞു കൊടുക്കുന്നത്, ഒരു ബുദ്ധിമാനായിട്ടുള്ള ഒരു വ്യക്തി will not take part in the source of misery, which are due to contact with the material senses. അപ്പൊ നമ്മളുടെ സെൻസസ്, ഇന്ദ്രിയ വിഷയങ്ങളായിട്ടുള്ള സമ്പർക്കത്തിൽ വരുമ്പോൾ നമുക്ക് ഹാപ്പിനെസ്, സന്തോഷം തോന്നും. പക്ഷെ അത് എന്താണ് പറയുന്നത്? സോഴ്സ് ഓഫ് മിസറിയാണ്. സോഴ്സ് ഓഫ് മിസറി. ഓക്കെ, അത് ദുഃഖത്തിന്റെ ഒരു സോഴ്സാണ്. എസ്പെഷ്യലി നമ്മള്, ഫോർ എക്സാമ്പിൾ, ഇത് വളരെ സിമ്പിൾ. നമുക്കൊരു ഭക്ഷണം, നമുക്കൊരു ഡിഷ് നല്ല ഇഷ്ടമാണ്. അപ്പൊ നമ്മള് ആ നാവിന്റെ ടേസ്റ്റിന് വേണ്ടിയിട്ട്, രുചി, അതിന്റെ ആ രുചി കാരണം നമ്മൾ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ,
ഫോർ എക്സാമ്പിൾ ലഡു നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ്. 1 കഴിച്ചു, 2 കഴിച്ചു, 3 കഴിച്ചു, അതിങ്ങനെ വീണ്ടും വീണ്ടും കൊണ്ടുവരാൻ പറയും നാവ്. പക്ഷെ വയറ് മതി എന്ന് പറഞ്ഞാലും നാവ് വീണ്ടും വേണം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? കൂടുതൽ അമിതമായി കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? വയറിനസുഖം വരും അല്ലേ? അപ്പൊ നമ്മള് ആ സന്തോഷത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യം എന്തായിട്ട് വന്നു ഭവിക്കും? ദുഃഖമായിട്ട് വന്നു ഭവിക്കും. വയർ അപ്സെറ്റ് ആവും, വയറുവേന വരും, പിന്നെ അത് അസുഖത്തിന് കാരണമാവും. അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമാൻ വ്യക്തി അങ്ങനെ ആ ഒരു സെൻസ് പ്ലഷറിൽ സന്തോഷം കണ്ടെത്തില്ല. കാരണം അതെല്ലാം അവസാനം ചെന്ന് എത്തിക്കുന്നത് അതൊക്കെ സോഴ്സ് ഓഫ് മിസറി എന്ന് പറഞ്ഞു. നമുക്ക് ആദ്യം അത് വളരെ അമൃതമായിട്ട് തോന്നും, പക്ഷെ പിന്നീട് അതെന്താണ് വിഷമായിട്ട് മാറും. ഇതെല്ലാം ഇന്ദ്രിയ വിഷയങ്ങളായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോഴാണ് അല്ലെ? മാത്രാസ്പർശാസ്തു കൗന്ദേയ ശീതോഷ്ണ സുഖ ദുഃഖത ആഗമപ്പായിനോ അനിത്യസ് താം തിതിക്ഷസ്വ ഭാരത. ഈ അതായത് മാത്രാസ്പർശാസ്തു കൗന്ദേയ, അതായത് തന്മാത്രകള്. എന്നാൽ തന്മാത്ര എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങള്. കണ്ണ്, മൂക്ക്, ത്വക്ക്, ചെവി, നാവ്, ഇതെല്ലാം തന്മാത്ര. അപ്പോൾ ആ തന്മാത്രകള് അതിൻ്റെതായിട്ടുള്ള കറസ്പോണ്ടിങ് സെൻസ് ഒബ്ജക്ട്സ് ആയിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ, ഇപ്പോൾ കണ്ണ് അതിൻ്റെ കറസ്പോണ്ടിങ് സെൻസ് ഒബ്ജക്റ്റ് ഫോം, രൂപം അല്ലെ? വിഷൻ, കാണുക. ചെവിക്കോ കേൾക്കുക, സൗണ്ട്. അപ്പൊ സൗണ്ടിലും പലതരത്തിലുള്ള സൗണ്ട് ഉണ്ട്, കാണുന്നതിലും പലതരത്തിൽ വിഷൻ ഉണ്ട്. തമോ ഗുണത്തിലുണ്ട്, രജോ ഗുണത്തിലുണ്ട്, സത്വഗുണത്തിലുണ്ട്. നമുക്ക് കാഴ്ച തമോ ഗുണത്തിലുള്ള കാര്യങ്ങളും കാണാം, രജോ ഗുണത്തിലും കാണാം, അതേപോലെ സത്വഗുണത്തിലുള്ള കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. കാഴ്ച അല്ലെ? രൂപം. അതേപോലെ കേൾവി തമോ ഗുണത്തിലും രജോ ഗുണത്തിലും സത്വഗുണത്തിലും. അപ്പോ എന്ത് കാണുന്നു, ദാറ്റ് ആൾസോ മാറ്റേഴ്സ്. അത് നമ്മൾ കണക്കിലെടുക്കണം. എന്ത് കേൾക്കുന്നു, എന്ത് കാണുന്നു, എന്ത് കഴിക്കുന്നു, എന്ത് സ്പർശിക്കുന്നു, ഇതെല്ലാം നമ്മളെ ബാധിക്കും. അൾട്ടിമേറ്റ്ലി നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ ബാധിക്കും. അപ്പൊ നമ്മളെല്ലാം ഫീഡ് ചെയ്യാണ് ഡിഫറെന്റ് ഗേറ്റ്സ്. നമ്മളുടെ ശരീരത്തില് 9 ഗേറ്റ്സ് ഉണ്ട്. അപ്പൊ ഈ പഞ്ചേന്ദ്രിയങ്ങള് അതെല്ലാം എവിടെയാണ് പ്രധാനപ്പെട്ട? ഫേസിലാണ്, നമ്മൾ തലയിലാണ് അല്ലെ? 2 കണ്ണ്, ചെവി, നാവ്, മൂക്ക്, ഇതെല്ലാം മെയിനായിട്ട് അവിടെ നമ്മളുടെ തലഭാഗത്താണ്. അപ്പൊ ഇതിന് എന്ത് ഫീഡ് ചെയ്യുന്നു, എന്ത് വസ്തുവാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത്, എന്ത് ഭക്ഷണമാണ് ഇത് ഫീഡ് ചെയ്യുന്നത്, അതനുസരിച്ച് നമ്മുടെ കോൺഷ്യസ്നെസ് ലോവർ ഓർ ഹയർ, ലോവർ, മിഡിൽ ആൻഡ് ഹയർ അങ്ങനെ ആയിരിക്കും. സത്വഗുണത്തിലാണ് നമ്മളെല്ലാം ഉപയോഗിക്കണമെങ്കിൽ നമ്മുടെ കോൺഷ്യസ്നസ് സത്വഗുണത്തിലും, രജോ ഗുണത്തിലാണെങ്കിൽ രജോ ഗുണത്തിലും, തമോ ഗുണത്തിലാണെങ്കിൽ തമോ ഗുണത്തിലായിരിക്കും. ഇതെല്ലാം അൾട്ടിമേറ്റ്ലി നമ്മൾ അത് വേണ്ട പോലെ ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഇന്ദ്രിയങ്ങളെ, അതെന്തായി അൾട്ടിമേറ്റ്ലി അതെല്ലാം സോഴ്സസ് ഓഫ് മിസറി ആവും. ഇതെല്ലാം ദുഃഖത്തിന് കാരണമാകും, വിഷമത്തിന് കാരണമാകും. ഇതെല്ലാം വിച്ച് ആർ ഡ്യൂ ടു കോണ്ടാക്ട് വിത്ത് ദ മെറ്റീരിയൽ സെൻസസ്. മെറ്റീരിയൽ സെൻസസ് ഭൗതിക തലത്തിലുള്ള നമ്മുടെ ഭൗതിക ഇന്ദ്രിയങ്ങള് ഇന്ദ്രിയ വിഷയങ്ങളായിട്ട് സമ്പർക്കത്തിൽ വരുമ്പോൾ ഉണ്ടാകുന്ന മിസറീസ് ആണ്. അപ്പോ ഓ സൺ ഓഫ് കുന്തി സച്ച് പ്ലഷർ. അപ്പൊ നമുക്ക് താൽക്കാലികമായിട്ട് ഒരു സന്തോഷം, ഞാൻ പറഞ്ഞില്ലേ, ലഡു കഴിച്ചാൽ നമുക്ക് നല്ല രുചി, ആ പാലറ്റ് അല്ലെ, നമ്മുടെ ആ നാവിന് കിട്ടുന്ന ആ ഒരു സന്തോഷം, അത് നമ്മളുടെ തൊണ്ടയിൽ നിന്ന് ഇറങ്ങുന്നവരെ ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞാൽ ഒന്നുമില്ല. എല്ലാം എന്തായാലും മധുരമായാലും ശരി, കയ്പായാലും ശരി, എന്താ പറയുക, പുളിയായാലും ശരി, എന്തായാലും ശരി, തൊണ്ടയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എല്ലാം വന്നു തന്നെ. അപ്പൊ ഈ മധുരം, ഈ ടേസ്റ്റ്, ഈ സുഖം വളരെ ഇവിടെ തന്നെ ഉള്ളൂ, അത് കഴിഞ്ഞില്ല. അപ്പൊ ഈ സച്ച് പ്ലഷേഴ്സ് ഹാവ് എ ബിഗിനിങ്, അതിന് തുടക്കമുണ്ട്, അതിന് അവസാനമുണ്ട്. അതുകൊണ്ട് ബുദ്ധിമാന്മാര് അതിന് സന്തോഷം കണ്ടെത്തില്ല. ചുരുക്കത്തില് ഇന്ദ്രിയ തൃപ്തി എന്ന് പറഞ്ഞത്, ഇന്ദ്രിയ ഭോഗം എന്ന് പറയുന്നത്, അതിൻ്റെ സുഖം, അതിന് ഒരു ലിമിറ്റേഷൻസ് ഉണ്ട്, അതിന് തുടക്കമുണ്ട്, അതിനൊരു അവസാനമുണ്ട്. അത് ടെമ്പററി ആണ്, അത് ഫ്ലിക്കറിങ് ആണ്. അതിൽ ബുദ്ധിമാനായിട്ടുള്ളൊരു വ്യക്തി
സന്തോഷം കണ്ടെത്തില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ദേ ഡോണ്ട് ഡിലൈറ്റ് ഇൻ ദം. കാരണം ആ സുഖം, താൽക്കാലികമായിട്ടുള്ള സുഖം നമ്മളെ ഇവിടെ ഭൗതിക ലോകത്തിൽ ബന്ധിപ്പിക്കും, അല്ലേ? നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കും. നമ്മള് ബന്ധനത്തിൽ നിന്ന് മുക്തനാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തില് സന്തോഷം കണ്ടെത്തണം? ഭഗവാന്റെ ഏതൊരു പ്രവൃത്തിയും ഏതൊരു ആക്ടിവിറ്റിയും ഭഗവാന് സമർപ്പണം ചെയ്യണം, ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യണം. ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയും അത് എറ്റേണൽ ഹാപ്പിനെസ് തരും. എറ്റേണൽ ഹാപ്പിനെസ്, എന്നേക്കും ഹാപ്പിനെസ് തരും. മറ്റത് താൽക്കാലികമാണ്. അതിന് തുടക്കമുണ്ട്, അതിന് അവസാനമുണ്ട്. അത് പിന്നെ അവസാനം എന്താണ്? അത് നമ്മളെ ദുഃഖത്തിലേക്ക് കൊണ്ട് ചെന്നെത്തിക്കുകയും ചെയ്യും. പക്ഷെ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടി ചെയ്യുന്ന ഏതൊരു ആക്ടിവിറ്റിയും ഏതൊരു കർമ്മവും അതെന്താണ്? നമുക്ക് എപ്പോഴും ആനന്ദം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് എറ്റേണലുമാണ്, എന്നേക്കുമുള്ളതുമാണ്. ഈ വ്യത്യാസമാണ് ഇവിടെ ഭഗവാൻ അർജുനോട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ടെന്ന് കൊടുക്കുന്നത്. ആൻഡ് സോ ദ വൈസ് മാൻ ഡസ് നോട്ട് ഡിലൈറ്റ് ഇൻ ദം. താൽക്കാലികമായിട്ടുള്ള ഇന്ദ്രിയ ഭോഗത്തിൽ ഏർപ്പെടുമ്പോൾ കിട്ടുന്ന ആ സന്തോഷത്തിലെ ബുദ്ധിമാൻ വ്യക്തി എന്താണ്? ആനന്ദിക്കില്ല എന്നാണ് പറയുന്നത്. So material sense pleasures are due to the contact of the material senses, which are all temporary because the body itself is temporary. എന്തുകൊണ്ടാണത് താൽക്കാലികമാണ്? നമ്മളുടെ ശരീരം തന്നെ താൽക്കാലികമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ആ ഇന്ദ്രിയങ്ങളും കൂടി താൽക്കാലികമാണ്. പക്ഷെ അതേ സമയത്ത് നമ്മളുടെ ഇന്ദ്രിയങ്ങളുടെ മാസ്റ്ററായിട്ടുള്ള ആ മാസ്റ്ററുടെ ഇന്ദ്രിയങ്ങൾക്ക് വേണ്ടി നമ്മൾ പ്രയത്നിച്ചാൽ നമ്മളുടെ ഇന്ദ്രിയത്തിന് കിട്ടുന്ന ആനന്ദം അത് എറ്റേണൽ ആയിരിക്കും, പെർമനന്റ് ആയിരിക്കും, എന്നേക്കും ആനന്ദം നിലനിൽക്കും. അതാണ് വ്യത്യാസം. സോ എ ലിബറേറ്റഡ് സോൾ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ എനിത്തിങ് വിച്ച് ഈസ് ടെമ്പററി. Knowing well the joys of transcendental pleasures, how can a liberated soul agree to enjoy false pleasure? അപ്പോൾ ഒരു മുക്താവസ്ഥയിലുള്ള ഒരു വ്യക്തി ഇങ്ങനെ താൽക്കാലികമായിട്ടുള്ള സന്തോഷത്തിൽ, ആനന്ദത്തില് ഭ്രമിക്കില്ല. അവിടെ അവർക്ക് പെർമനന്റ് ആയിട്ടുള്ള, ശാശ്വതമായിട്ടുള്ള ആ ആനന്ദം കിട്ടാനുള്ള ഒരു അവസരമുണ്ടെങ്കിൽ എന്തുകൊണ്ട് അതിൽ ആനന്ദിച്ചുകൂടാ? അതിലാണ് അവർക്ക് ഇൻട്രസ്റ്റ്. മറ്റേതെല്ലാം ഫാൾസ് പ്ലഷറാണ്. എന്തോ ഫാൾസ് പ്ലഷർ പറഞ്ഞാൽ അത് ഫാൾസ് പറയാൻ കാരണം അത് ടെമ്പററി ആണ്, താൽക്കാലികമാണ്. സോ ഇൻ ദ പത്മപുരാണ ഇറ്റ് ഈസ് സെഡ്, രമന്തേ യോഗിനോനന്തേ സത്യാനന്ദേ ചിദാത്മനി ഇതി രാമ പദേനാശോ പരം ബ്രഹ്മാഭിധീയതേ. The mystics derive unlimited transcendental pleasure from the absolute truth, and therefore the supreme absolute truth, the personality of God, it is also known as Rama. Rama പറഞ്ഞാൽ രമന്തേ, രമിക്കുന്നത്. എന്താ രമിക്കുക പറഞ്ഞാൽ ആനന്ദിക്കുക. അതുകൊണ്ടാണ് ഭഗവാന് രാമ എന്നുള്ള പേര് കൂടിയുണ്ട്. രാമ എന്ന് പറഞ്ഞാൽ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ. അതില് രാമ എന്നുള്ള ആ വാക്ക് ശ്രീരാമനെയും ബലരാമനെയും പരശുരാമനെയും അല്ല. പിന്നെന്താണ്? രമന്തി, ഇതാണ്ടോ ഇവിടെ പറയുന്നുണ്ടല്ലോ, രമന്തേ യോഗിനോ അനന്തി. നമുക്ക് എക്സ്റ്റസി, ആനന്ദം പകരുന്നത്. കാരണം ആ കൃഷ്ണ ഭഗവാന്റെ വേറെ പേരാണ് രാമ. കാരണം റിസർവയർ ഓഫ് ഓൾ പ്ലഷേഴ്സ്, എല്ലാ ആനന്ദത്തിൻ്റെയും സ്രോതസ്സാണ്. അതുകൊണ്ട് ഭഗവാൻ കൃഷ്ണനെ രാമ എന്ന് വിളിക്കുന്നു. കൃഷ്ണ ഓൾ അട്രാക്റ്റീവ്, എല്ലാവരെയും ആകർഷിക്കുന്നത്, എല്ലാവരെയും ആകർഷിക്കുന്നുണ്ട്. കൃഷ്ണന് കൃഷ്ണ എന്നുള്ള പേര് കിട്ടുന്നു, അതായത് ഓൾ അട്രാക്റ്റീവ്. രാമ എന്നുള്ള പേര് എന്തുകൊണ്ട് കൊടുക്കുന്നു? റിസർവയർ ഓഫ് ഓൾ പ്ലഷർ, എല്ലാ ആനന്ദത്തിൻ്റെയും ഉത്ഭവസ്ഥാനമാണ്, അതിൻ്റെ സ്രോതസ്സാണ്. അതാണ് ഇവിടെ പറയുന്നത്. മിസ്റ്റിക്സ് ഡിറൈവ് അൺലിമിറ്റഡ് ട്രാൻസ്ഫർ പ്ലഷർ. യോഗികള് അൺലിമിറ്റഡ്, അതായത് അനന്തമായിട്ടുള്ള ആ ദിവ്യ സ്ഥലത്തിലുള്ള ആനന്ദം അനുഭവിക്കുന്നു ഭഗവാന് വേണ്ടി സേവ ചെയ്യുമ്പോൾ, ഫ്രം ദ അബ്സല്യൂട്ട് ട്രൂത്ത്. ആൻഡ് ദെയർഫോർ
supreme absolute truth, the personality of Godhead is all known as Rama. അതുകൊണ്ട് ഭഗവാനെ രമന്തെ അല്ലെ ആണ് രാമ എന്നുള്ള അർത്ഥം. അല്ലാണ്ട് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിലെ രാമ എന്ന് പറഞ്ഞാൽ ശ്രീരാമനോ അതേപോലെ പരശുരാമനും അല്ലെങ്കിൽ ബലരാമനല്ല. അതെല്ലാം ഭഗവാൻ കൃഷ്ണൻ തന്നെ ഉദ്ദേശിക്കുന്നത്. In the Srimad Bhagavatam also it is said, Nayam deho dehabhajam nirloke kashtan kaman arhade vidbhujam ye tapo divyam putrakayena sattvam suddhyed yasmat brahma saukyam tvanantam. My dear sons, there is no reason to labor very hard for sense pleasure while in this human form of life. Such pleasures are available to the stool eaters hogs. എന്താണ് ഭാഗവതം 5.5.1 എന്ന് പറയുന്നത്? My dear sons, there is no reason to labor very hard for sense pleasures while, okay, അപ്പൊ ഇതിനു വേണ്ടി നമ്മൾ പ്രയത്നിക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ പ്ലഷർ, ഈ ഭൗതിക തലത്തിലുള്ള ആ ഒരു ഹാപ്പിനെസ്, ഇന്ദ്രിയങ്ങളുടെ ആ ഒരു സുഖം, ഇന്ദ്രിയ ഭോഗം ചെയ്യുമ്പോഴുള്ള ആ ഒരു സുഖം ഈവൻ ആർക്ക് സ്റ്റൂൾ ഈറ്റേഴ്സ് അവർക്കും കൂടി കിട്ടുന്നുണ്ട്. ആരാണ് സ്റ്റൂൾ ഈറ്റേഴ്സ്? ഹോക്സ്, പന്നികൾ അല്ലേ? അവർക്കും കൂടി. പിന്നെന്തിനാ നമ്മുടെ ഹ്യൂമൻ ഫോമിൽ ഇതിനു വേണ്ടി പ്രയത്നിക്കേണ്ടത് ആവശ്യം? അപ്പോ അങ്ങനത്തെ താൽക്കാലികമായിട്ടുള്ള ഭൗതിക സുഖങ്ങള് എല്ലാവർക്കും കിട്ടുന്നുണ്ട്. നമ്മൾ ഇതെല്ലാം എല്ലാ സ്പെഷീസിലും നമ്മളും ആയിരുന്നു ഇവരൊക്കെ. നമുക്ക് ഇപ്പോ നമ്മളുടെ ഭാഗ്യം കൊണ്ട്, സുഹൃതി കൊണ്ട് നമുക്ക് മനുഷ്യജന്മം കിട്ടിയെന്ന് മാത്രം അല്ലേ? ഇതിനു മുമ്പ് നമ്മളും ആയിരുന്നു. പട്ടിയായിരുന്നു, പൂച്ചയായിരുന്നു, ആനയായിരുന്നു, കുതിരയായിരുന്നു, മത്സ്യമായിരുന്നു, കൃമി കീടങ്ങളായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ്, എത്ര തവണ കഴിഞ്ഞു നമുക്കറിയില്ല, എത്ര തവണ ഇത് കൂടെ പോയി അറിയില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് അവസാനമാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടിയിരിക്കുന്നത്. അപ്പൊ ആ മനുഷ്യജന്മം വീണ്ടും അതേ കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യരുത്. വീണ്ടും മൃഗങ്ങളോ മറ്റു ജീവജാലങ്ങളോ ആസ്വദിക്കുന്ന ആ താൽക്കാലികമായിട്ടുള്ള ഇതിനു വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കരുത്. കാരണം മനുഷ്യജന്മം അതിനു വേണ്ടിയുള്ളതല്ല. എന്തിനാണ് മനുഷ്യജന്മം? പ്രഭാത പറയുന്നുണ്ട്, ഹ്യൂമൻ ലൈഫ് ഈസ് മെന്റ് ഫോർ സെൽഫ് റിയലൈസേഷൻ, നോട്ട് ഫോർ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ. ഇന്ദ്രിയ പ്രീതി ഇഷ്ടംപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ, നമ്മൾ മൃഗങ്ങളായിരുന്നു, കീടങ്ങളായിരുന്നു, വൃക്ഷങ്ങളായിരുന്നു, പക്ഷികളായിരുന്നു, മത്സ്യങ്ങളായിരുന്നു. ഇതിലെല്ലാം ഇന്ദ്രിയഭോഗം ചെയ്തിട്ടുണ്ട്. പക്ഷെ അതേ ഇന്ദ്രിയഭോഗം എന്തിനു നമ്മൾ ഈ മനുഷ്യ ജീവിതത്തിൽ ചെയ്യുന്നു? മനുഷ്യജീവൻ വളരെ വളരെ അപൂർവമായി കിട്ടുന്ന ഒരു ജീവനാണ്. അപ്പൊ അതിൽ ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുക. സോ ഹ്യൂമൻ ലൈഫ് ഇസ് മെന്റ് ഫോർ സെൽഫ് റിയലൈസേഷൻ, നോട്ട് ഫോർ സെൻസ് ഗ്രാറ്റിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. സോ റേദർ യു ഷുഡ് അണ്ടർഗോ പെനാൻസസ് ഇൻ ദിസ് ലൈഫ്. എന്താണ് പെനാൻസ് പറഞ്ഞാൽ? തപസ്. തപസ് പറഞ്ഞാൽ ഓസ്റ്ററിറ്റി. ഓക്കെ, എന്തിനാണ്? ബൈ വിച്ച് യുവർ എക്സിസ്റ്റൻസ് വിൽ ബി പ്യൂരിഫൈഡ്. നമ്മളുടെ ഈ ജീവിതം ഇതിനെ പ്യൂരിഫൈ ചെയ്യണം, ശുദ്ധീകരിക്കണം. എങ്ങനെ ശുദ്ധീകരിക്കണം? നമ്മൾ ഇന്ദ്രിയ ഭോഗങ്ങളിൽ ഏർപ്പെട്ടാൽ ശുദ്ധീകരണം നടക്കില്ല. ആൻഡ് ആസ് എ റിസൾട്ട് യു വിൽ ബി ഏബിൾ ടു എൻജോയ് അൺലിമിറ്റഡ് ട്രാൻസ്. അപ്പോൾ ഭഗവാന്റെ പ്രീതിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഏർപ്പെട്ടാൽ നമ്മൾ അൺലിമിറ്റഡ്, അനന്തമായിട്ടുള്ള ദിവ്യതലത്തിലുള്ള ആനന്ദം അനുഭവിക്കും. ഈ താൽക്കാലികമായിട്ടുള്ള അതിന് അവസാനം നമുക്ക് കഷ്ടപ്പാട് മാത്രമേ ഉണ്ടാവുള്ളൂ, ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ, ദുഃഖം മാത്രമേ ഉണ്ടാവൂ. അങ്ങനത്തെ താൽക്കാലികമായിട്ടുള്ള ഈ സുഖഭോഗങ്ങളിൽ എന്തിന് ഏർപ്പെടണം എന്നാണ് ചോദ്യം. Therefore, those who are true yogis or learned transcendentalists are not attracted by sense pleasures. അതുകൊണ്ട് ശരിക്കുള്ള യോഗി പറഞ്ഞാൽ ഭഗവാനായിട്ടുള്ള ആ ഒരു കണക്ഷൻ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അത് കർമ്മയോഗി ആയിക്കോട്ടെ, ധ്യാനയോഗി ആയിക്കോട്ടെ, ജ്ഞാനയോഗി ആയിക്കോട്ടെ, ഭക്തി യോഗി. ഉദ്ദേശം ഒന്നാണ്. ചിലത് കൂടുതൽ സമയം എടുക്കും, ചിലത് പെട്ടെന്നാവും. കർമ്മയോഗ, ധ്യാനയോഗ
ജ്ഞാനയോഗ ഇതെല്ലാം കുറച്ച് ലോങ് ആയിട്ടുള്ള പ്രോസസ്സാണ്. ഭക്തിയോഗ കുറച്ചും കൂടി ഈസി പ്രോസസ്സാണ്. അപ്പോൾ ഏത് യോഗി ആയിക്കോട്ടെ അവരെല്ലാം ഇങ്ങനത്തെ സെൻസ് ഇന്ദ്രിയ ഭോഗങ്ങളിൽ ഏർപ്പെടില്ല. കാരണം വെച്ചാൽ അവർക്കറിയാം അതെല്ലാം നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കും ജന്മ മൃത്യു ജരാവ്യാധിയിൽ. സോ വിച്ച് ആർ ദ കോസസ് ഓഫ് കണ്ടിന്യൂസ് മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. പെർപ്പച്വലി നമ്മളെ ഈ ഭൗതിക സാഗരത്തിൽ കൊണ്ടുവന്നിടും. പെർപ്പച്വലി എന്നേക്കുമായിട്ട്. ഇന്ദ്രിയ ഭോഗം എന്താണ് നമ്മളെ എവിടേക്ക് കൊണ്ടെത്തിക്കുന്നു? പെർമനന്റ് ആയിട്ട് ഈ ഭൗതിക സാഗരത്തിൽ കൊണ്ടുവന്നു. ഒരു രക്ഷയുണ്ടാവില്ല. എത്രത്തോളം കാലം നമുക്ക് ഇന്ദ്രിയ ഭോഗത്തിനുള്ള ആ വാഞ്ച ആഗ്രഹങ്ങളുണ്ടോ അത്രത്തോളം കാലം നമ്മൾ ജന്മ മൃത്യു ജരാവ്യാധി കൂടെ കടന്നു പോകേണ്ടി വരും. അതാണ് സംസാര സാഗരം, മെറ്റീരിയൽ എക്സിസ്റ്റൻസ്. ദ മോർ വൺ ഈസ് അഡിക്റ്റഡ് ടു മെറ്റീരിയൽ പ്രഷേഴ്സ്, ദ മോർ ഹീസ് എൻട്രാപ്ഡ് ബൈ മെറ്റീരിയൽ മിസറീസ്. അപ്പോൾ എത്രത്തോളം നമ്മൾ ഈ ഭൗതിക തലത്തിലുള്ള സുഖഭോഗങ്ങൾക്ക് വിധേയമായി ജീവിക്കുന്നു അത്രത്തോളം നമ്മൾ ഈ ഭൗതിക തലത്തിലെ വിഷമങ്ങള്, ബുദ്ധിമുട്ടുകള്, ക്ലേശങ്ങൾ അനുഭവിച്ച് ഈ ഭൗതിക ലോകത്ത് ബന്ധിപ്പിച്ച് ജീവിക്കേണ്ടി വരും, ബന്ധിപ്പിക്കപ്പെടേണ്ടി വരും. എന്നാണ് പറയുന്നത്. അപ്പം ചുരുക്കത്തില് ബുദ്ധിമാന്മാരായിട്ടുള്ള വ്യക്തികളെ താൽക്കാലികമായിട്ടുള്ള ഇന്ദ്രിയ ഭോഗത്തില് സുഖം കണ്ടെത്തില്ല. അത് അൾട്ടിമേറ്റ്ലി നമ്മളെ അതൊരു സോഴ്സ് ഓഫ് മിസറീസ് ആണ്, അതൊരു ദുഃഖത്തിന്റെ സാഗരമാണത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. ബുദ്ധിമാൻ ആയിട്ടുള്ള വ്യക്തികളെ ഭഗവാന്റെ സേവനം ചെയ്ത് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് അവർ പരിശ്രമിക്കുന്നു. കാരണം നമ്മൾ ഇന്ദ്രിയഭോഗങ്ങള് ഇഷ്ടം പോലെ മറ്റ് ദേഹത്തില് നമ്മൾ അനുഭവിച്ച് അറിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഈ വിരളമായിട്ട് അപൂർവമായിട്ട് കിട്ടിയിരിക്കുന്ന മനുഷ്യജന്മം അതിനു വേണ്ടി പാഴാക്കരുത് എന്ന് സാരം. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഓർ കമന്റ്സ്? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മഹാമന്ത്രത്തിലെ ഹരേ കൃഷ്ണ ഹരേ രാമ എന്ന് പറയുന്നത് രാധാറാണീനെ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ല, അത് ഹരേ, രാധാറാണി ഹരയാണ്. ഹരേ പറഞ്ഞാൽ ഭഗവാന്റെ പ്ലഷർ. ഓക്കെ, അത് രാധാറാണി. ഞാനും അതന്നെ ചോദിക്കാൻ നിന്നത് പ്രഭു. ഹരേ എന്നുള്ളത് രാധാറാണി ആണോ? പിന്നെ അതെ, അത് രാധാറാണി. ഭഗവാന്റെ പ്ലഷർ പൊട്ടൻസി, സ്വാധീന ശക്തി ഹരേന്ന് പറഞ്ഞ അതാണ്. അപ്പൊ നമ്മള് ചുരുക്കത്തില് രാധാകൃഷ്ണന്മാരോട് പറയാണ്, അഭ്യർത്ഥിക്കുകയാണ് ഈ ചാൻഡിങ് കൂടെ, ഈ ജപത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ എന്ന നാമജപത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. ആചാര്യന്മാര് ഒരുപാട് വ്യത്യസ്ത അർത്ഥങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട അർത്ഥം, അല്ലയോ രാധാകൃഷ്ണന്മാർ, ഞങ്ങളെ അങ്ങയുടെ സേവയിൽ ഏർപ്പെടുത്തിയാലും. അതാണ് നമ്മളുടെ ഈ ഹരേ കൃഷ്ണ മഹാമന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്ലീസ് എൻഗേജ് മീ ഇൻ യുവർ ഡിവോഷണൽ സർവീസ്. രാധാകൃഷ്ണന്മാരോട് അഭ്യർത്ഥിക്കുകയാണ്. പക്ഷെ നമുക്ക് അങ്ങനെ സേവ വരുമ്പോൾ നമ്മൾ ഓടും. നമ്മള് ചൊല്ലുന്നത് സേവയിൽ ഏർപ്പെടുത്താൻ വഴിയില്ല. നമുക്ക് എന്തെങ്കിലും സേവ കിട്ടുമ്പോൾ അയ്യോ എനിക്ക് പറ്റില്ല, എനിക്ക് ബുദ്ധിമുട്ടാണ്. നമ്മൾ ഒരാളെ വീട്ടിലേക്ക് വിളിച്ച് ക്ഷണിച്ച് വരുത്തിയിട്ട് അവരെ നമ്മള് ഗൗനിക്കുന്നില്ലെങ്കിൽ എങ്ങനെയായിരിക്കും? രണ്ടാമത്തെ പ്രാവശ്യം വരുമോ? നമുക്ക് വേണ്ടപ്പെട്ട ഒരാളെ ഒരു ഫാമിലി വിളിക്കുകയാണ്. എന്നിട്ട് അവരിവിടെ ഇരിക്കുമ്പോൾ ഞാൻ ടി വി നോക്കിക്കൊണ്ടിരിക്കുക, പേപ്പർ വായിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ടെലിഫോണിൽ എന്തെങ്കിലും ഇരിക്കുക, അവരവിടെ ഇരിക്കുന്നുണ്ടാതെ അവർക്ക് എന്ത് തോന്നും? അവർ രണ്ടാമത്തെ പ്രാവശ്യം പിന്നെ വരില്ല വീട്ടിൽ. അതേപോലെ നമ്മൾ ഭഗവാനോട് പറയാണ്, എന്നെ അങ്ങയുടെ സേവനത്തിൽ ഏർപ്പെടുത്തിയാലും വീണ്ടും വീണ്ടും അത് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. ഭഗവാൻ നമുക്ക് എനിക്ക് സേവ തരുമ്പോ ഞാൻ ഗൗനിക്കുന്നില്ല, ഞാൻ അത് ചെയ്യുന്നില്ല. പിന്നെ ഭഗവാൻ എങ്ങനെ എന്നെ നോക്കും? അപ്പോ
സേവനം കിട്ടുമ്പോൾ, സേവനം എന്ന് പറഞ്ഞാൽ എല്ലാ ഭഗവത്ഗീത വായിക്കുന്ന സേവനമാണ്, അല്ലെ? ഭാഗവതം വായിക്കുന്ന സേവനമാണ്, കീർത്തനം ചെല്ലുന്നതും സേവനമാണ്, പ്രസാദം ഭോഗം ഓഫർ ചെയ്യുന്നതും സേവനമാണ്, ആരതി ചെയ്യുന്നതും എന്താ പറയുക സേവനമാണ്. എല്ലാം സേവനമാണ്. ഇതെല്ലാം നമുക്ക് ഭഗവാൻ പ്രഭുപാദ മുഖേന നമുക്ക് തന്നിട്ടുണ്ട്. വളരെ സിംപ്ലിഫൈഡ് വേർഷനായിട്ട് തന്നിട്ടുണ്ട്. സിംപ്ലിഫൈഡ് വേർഷനാണ്. ഓക്കെ, ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളില്ല. അപ്പൊ അങ്ങനെ നമുക്ക് ആ ഒരു ഡിവോഷണൽ പാക്കേജ് പ്രഭുപാദ നമുക്ക് തന്നിട്ടുണ്ട്. പ്രഭുപാദ ഭഗവാൻ കൃഷ്ണന്റെ ഓത്തറൈസ്ഡ് റെപ്രസെന്റേറ്റീവ് ആണ്, പ്രതിനിധിയാണ്. അപ്പൊ അദ്ദേഹം നമുക്ക് വളരെ സിംപ്ലിഫൈഡ് വേർഷനായിട്ട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ചെയ്യാൻ നമ്മൾ മടി കാണിക്കും. കുറച്ച് ഓസ്റ്ററിറ്റീസ് എടുക്കുന്നു. കൂടുതലായിട്ടുള്ള ഒരു തപസ്സും അന്നത്തെ കാലത്തെ പോലെ കാട്ടിൽ പോയിട്ട് തപസ് ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, അല്ലെ? വന്യമൃഗങ്ങളുടെ കാട്ടിൽ പോയിട്ട് നമ്മള് ഏകാഗ്രതയോടുകൂടി നമ്മൾ തപസ്സിരിക്കാൻ പറഞ്ഞിട്ടില്ല. ചെയ്യാൻ പറ്റൂല. രാവിലെ എഴുന്നേറ്റ് ജപം ചെയ്യാൻ പറഞ്ഞു, ആരതി ചെയ്യാൻ പറഞ്ഞു, ഭഗവാൻ ഭോഗം ഓഫർ ചെയ്യാൻ പറഞ്ഞു, ഭഗവത്ഗീത ഭാഗവതം ഇതിപ്പോ ആർക്കും ചെയ്യാൻ പറ്റുന്നുണ്ട്. അതും കൂടി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊക്കെ നമുക്ക് ആലസ്യം, മടി, അങ്ങനെ ഓരോ കാര്യങ്ങള് ഇന്നല്ല നാളെ ചെയ്യാം, അപ്പോ നാളെ അല്ല മറ്റന്നാൾ ചെയ്യാം. നമ്മൾ അത് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് കലിയുഗത്തിൽ നമ്മളുടെ അവസ്ഥ. അതുകൊണ്ടാണ് എപ്പോഴും ഹാമർ ചെയ്തുകൊണ്ടിരിക്കണം, ഓരോരുത്തരും അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ നമുക്കൊരു ചൂട് വരും. നമ്മളോട് ഒരാൾ ചോദിക്കാൻ ആളുണ്ടെങ്കിൽ ഇന്നത്തെ ജപം കഴിഞ്ഞോ, ഇന്ന് ഭഗവത്ഗീത വായിച്ചോ, ഭാഗവതം വായിച്ചോ, എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കാൻ ആളുണ്ടെങ്കിൽ നമുക്കൊരു ചൂട് തോന്നും. ഓക്കെ, നമ്മൾ ചെയ്യണം. ചെയ്തില്ല, ഒരു കുറ്റബോധം നമുക്ക് തന്നെ തോന്നും, ഞാൻ ചെയ്തില്ല. കാരണം കലിയുഗത്തില് നമ്മൾ അത്രയും മടിയന്മാരാണ്. പ്രായേന അല്പായുഷ സഭ്യ കലോ അസ്മിൻ യുഗേ ജനഃ മന്ദഹ സുമന്ദമതയോ മന്ദഭാഗ്യ ഉപദ്രവം. അപ്പൊ ഇതെല്ലാം നെഗറ്റീവ് ക്വാളിറ്റീസ് ആണ്. നമ്മൾ മന്ദന്മാരാ, ലേസിയാണ്, ബുദ്ധിയില്ല, ലെസ് ഇന്റലിജന്റ്. ഇപ്പൊ ഇന്നലെ ഒന്ന് പറഞ്ഞാൽ ഇന്നത് ഓർമ്മ നിൽക്കുന്നില്ല, അല്ലേ? ഇന്നലെ ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്തത് നമുക്ക് ഓർമ്മ നിൽക്കില്ല. ഇന്നലെ രാവിലെ എന്താണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമുക്ക് ഓർമ്മ നിൽക്കില്ല. അത്രയുള്ളൂ നമ്മുടെ ബുദ്ധി. മന്ദബുദ്ധിയാണ്. പിന്നെ മടിയന്മാരാണ്. ഒരു പ്രാവശ്യം, 2 പ്രാവശ്യം, 3 പ്രാവശ്യം ഒന്നും പറഞ്ഞ് കേൾക്കില്ല. വീണ്ടും വീണ്ടും ആവർത്തിക്കണം. അപ്പൊ നമ്മൾ 4:30 മണിക്ക് അലാം വെച്ചു, അലാം അടിക്കും, അപ്പൊ അത് ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടക്കും. ഞാൻ എന്റെ കാര്യം പറഞ്ഞിട്ടോ. വല്ലപ്പോഴൊക്കെ അങ്ങനെ പറ്റാറുണ്ട്. കാലത്തൊരു ഇതാണ്, സ്ട്രഗിളാണ്. അപ്പൊ ഒരു 5 മിനിറ്റ് കൂടി കിടക്കാൻ വിചാരിക്കും, പിന്നെ നീക്കുന്നത് 5 മണിക്കായിരിക്കും. മടി, ആ മടി അതാണ്. അപ്പൊ മടി, ലേസിനെസ്, പിന്നെ ബുദ്ധി ഇല്ല. ബുദ്ധി പറഞ്ഞ് തീരില്ല, ഓർമ്മ പറഞ്ഞ് ഒട്ടുമില്ല. മന്ദഭാഗ്യം, ഭാഗ്യാണെങ്കിൽ ഒട്ടുമില്ല. ഭാഗ്യം പരീക്ഷയെങ്കിൽ ലോട്ടറി ടിക്കറ്റ് എടുത്താൽ മതി. ഭാഗ്യം ഉണ്ടാവില്ലെങ്കിൽ തമാശ പറയാണ്, നമ്മൾ ലോട്ടറി ടിക്കറ്റ് എടുക്കാൻ പാടില്ല, അതിന്റെ ആവശ്യമില്ല. എനിക്ക് ഭഗവാൻ നമ്മളുടെ കർമ്മത്തിനനുസരിച്ച് നമുക്ക് ഓരോന്നും തരുന്നുണ്ട്. അതുകൊണ്ട് തൃപ്തിപ്പെടുക. എല്ലാവരും ഒരേപോലെ അല്ല, ഓരോരുത്തരും ഓരോ കാർമിക് ബാഗേജ് ആയിട്ടാണ് വരുന്നത്, അല്ലേ? അപ്പോൾ എൻ്റെ കർമ്മമായിരിക്കില്ല നിങ്ങൾക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങളാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളത് നമുക്ക് തരും ഭഗവാൻ. അപ്പൊ നമ്മൾ വേണ്ടത് അൺനെസറി ആയിട്ടുള്ള ഒരു എഫേർട്ട്, നമുക്ക് യോഗ്യത ഇല്ലാത്ത കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രയത്നിക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്ക് നമ്മുടെ കർമ്മം എന്താണ് പറഞ്ഞത് അത് കിട്ടും, തീർച്ചയായിട്ടും കിട്ടും. വരാൻ പോകുന്നത് വഴി തങ്ങില്ല, അല്ലേ? നമ്മുടെ കർമ്മത്തിൽ എന്തെങ്കിലും നല്ലതാണെങ്കിൽ അത് കിട്ടും, ചെയ്താണെങ്കിൽ കിട്ടും. പക്ഷെ നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണ്? എന്തെങ്കിലും ചീത്ത സംഭവിക്കാൻ വെട്ട് തല്ലായിട്ട് മാറും. അതൊരു ഗുണമുണ്ട്. ഭഗവാൻ ആ ഒരു കാര്യം ചെയ്യും. പിന്നെ നമ്മൾ എല്ലാം പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുമ്പോൾ ഭഗവാൻ അതെല്ലാം പതുക്കെ പതുക്കെ എല്ലാം മാറ്റിക്കളയും. ഈവൻ നമ്മൾ പൂർണ്ണമായിട്ടും ഭഗവാനെ ആശ്രയിക്കുകയാണെങ്കിൽ നമ്മുടെ പ്രാരാബ്ധ കർമ്മം വരെ മാറ്റിക്കളയുന്നു. സാധാരണ പ്രാരാബ്ധ കർമ്മം എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അനുഭവിച്ചു തീരണം. പക്ഷെ ഭഗവാൻ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അത്രയും സറണ്ടേഡ് ആണെങ്കിൽ ആ പ്രാരാബ്ധ കർമ്മം കൂടി മാറ്റാനുള്ള
അവസരം നമുക്ക് തരും. അപ്പൊ ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ഭക്തനെ സംബന്ധിച്ചോളം അവരുടെ ഗ്രഹനില, അവരുടെ ഗ്രഹങ്ങളെ ഒന്നും ബാധിക്കില്ല. നമ്മളൊരു ജനിച്ചു കഴിഞ്ഞാൽ ഹോറോസ്കോപ്പ് നോക്കും, ജാതകം നോക്കും അല്ലേ? അതൊരു സംസ്കാരമാണ്. ഈ കുട്ടി എങ്ങനെ വളരും, എന്തായിരിക്കും ഫ്യൂച്ചർ, ഭക്തനായിരിക്കുമോ, എന്തായിരിക്കും ജീവിതത്തിന്റെ ആ ഒരു ഇത് പോക്ക്, മുന്നോട്ട് പോക്ക് എങ്ങനെയായിരിക്കും, ഫ്യൂച്ചർ എന്തായിരിക്കും, അതെല്ലാം അറിയാൻ വേണ്ടി ഏകദേശം ഒരു റോഡ് മാപ്പ് അല്ലേ, ഒരു ബ്ലൂ പ്രിന്റ് ലൈഫിന്റെ, അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹോറോസ്കോപ്പ് എല്ലാവരും നോക്കും. അങ്ങനെയാണ്. പക്ഷെ ആ ഹോറോസ്കോപ്പ് അത് അതേപോലെ നടക്കുമോ? എല്ലാവർക്കും നിർബന്ധമില്ല. നമ്മൾ ഭക്തി പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മളുടെ കയ്യിലെ വരകളും തലയിലത്തെ വരകളെല്ലാം മാറും, എല്ലാം മാറും. അപ്പൊ ജ്യോത്സ്യൻ എന്താണോ പ്രവചിച്ചിരിക്കുന്നത് അതുപോലെ വരണം നിർബന്ധമില്ല, നമ്മൾ പൂർണ്ണമായിട്ടും ഭക്തി പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ. അതിന് ഉദാഹരണമാണ് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിന്റെ ഒരു കഥ, ഒരു ഭക്തനായിട്ടുള്ളൊരു കഥ. അതായത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജന്റെ ആശ്രമത്തിൽ ഒരു ഡിവോട്ടി ഉണ്ടായിരുന്നു. അപ്പൊ ആ ഡിവോട്ടി കുറെ കാലം അങ്ങനെ സേവനം ചെയ്തു നിന്നു. അപ്പൊ ബ്രഹ്മചാരിയായിട്ട് പിന്നെ കുറെ അദ്ദേഹത്തിന് ഒരു ആഗ്രഹം, ഹൊറോസ്കോപ്പ് നോക്കണം. എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടല്ലോ, എന്താണ് ഫ്യൂച്ചർ, എൻ്റെ ഭാവി എന്തായിരിക്കും അറിയാൻ. അന്നത്തെ കാലത്ത് നല്ല ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു കേട്ടോ. ഇന്നത്തെ കാലത്ത് ജ്യോത്സ്യന്മാരൊക്കെ കണക്കനെ, കാരണം എല്ലാം കമ്പ്യൂട്ടർ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഫീഡിങ് റോങ് ആണെങ്കിൽ പിന്നെ റിസൾട്ട് എന്തായിരിക്കും? അവരുടെ ബുദ്ധിയല്ല ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടറിന്റെ ബുദ്ധിയാണ്. കമ്പ്യൂട്ടറിൽ ആരാണ് ഫീഡ് ചെയ്തത്, അവരുടെ ബുദ്ധി പെശകാണെങ്കിൽ പോയി. അപ്പൊ അതുകൊണ്ട് പിന്നെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് എല്ലാം. അപ്പൊ അന്നത്തെ കാലത്ത് ഒരു 100-150 വർഷം മുമ്പേ നല്ല നല്ല ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു, പരമ്പരാഗതമായിട്ടുള്ള നല്ല ജ്യോത്സ്യന്മാരുണ്ടായിരുന്നു. ഈവൻ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി ഹി വാസ് എ ആസ്ട്രോളജർ, ഗുഡ് ആസ്ട്രോളജർ, നല്ല ആസ്ട്രോളജിയും ആസ്ട്രോണമിയും അറിയുന്ന ആളായിരുന്നു ഭക്തി സിദ്ധാന്ത. അതെല്ലാം വിട്ടു, അതെല്ലാം വിളിച്ചറിഞ്ഞു. സൂര്യ സിദ്ധാന്തം അദ്ദേഹമാണ്. അതുകൊണ്ടാണ് സിദ്ധാന്ത എന്നുള്ള ടൈറ്റിലും കൂടി കിട്ടിയത്, ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി. അപ്പൊ സൂര്യ സിദ്ധാന്തം പറഞ്ഞ ഒരു ആസ്ട്രോണമി, ആസ്ട്രോളജിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഗ്രന്ഥമൊക്കെ എഴുതിയിട്ടുണ്ട്, അതിന് ഭാഷ എഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ എക്സ്പേർട്ടായിരുന്നു ആസ്ട്രോളജിയിലും ആസ്ട്രോണമിക്കും. അപ്പൊ അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ശിഷ്യനോട് പറഞ്ഞു, അപ്പൊ ഈ ശിഷ്യ എങ്ങനെ ആസ്ട്രോളജിയെ കണ്ടപ്പോ കൺമുണ്ട്, എന്തായാലും ഗൃഹസ്ഥാശ്രമം നിങ്ങളുടെ ജാതകത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഇത്ര കുട്ടികളുണ്ടാവും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അത് അദ്ദേഹത്തിന് ഓർമ്മയുണ്ട്. അപ്പൊ കുറച്ചു കാലം കഴിഞ്ഞപ്പോ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി പറഞ്ഞു, അതായത് സന്യാസം എടുക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനോട്. അപ്പൊ അദ്ദേഹത്തിന് വളരെ അത്ഭുതം, ഞാൻ സന്യാസം എടുക്കും, എൻ്റെ ഹോറോസ്കോപ്പില് എനിക്ക് ഗൃഹസ്ഥാശ്രമമാണ്, കല്യാണം കഴിഞ്ഞ് കുറെ കുട്ടികളൊക്കെ ആയിട്ട് സുഖമായിട്ട് ഗൃഹസ്ഥ ജീവിതം നയിക്കേണ്ട ആളാണ് ഞാൻ, എൻ്റെ ജാതക പ്രകാരം, ഞാനെങ്ങനെ സന്യാസം എടുക്കാൻ പോകുന്നത്? അപ്പോ ഗുരു മഹാരാജന് പറഞ്ഞു, ഹലോ ഗുരുദേവ്, ഇപ്പൊ എൻ്റെ ഹോറോസ്കോപ്പ് നോക്കിയപ്പോൾ ഇങ്ങനെയാണ് കാണുന്നത്, അതുകൊണ്ട് ഞാനെങ്ങനെ സന്യാസം എടുക്കുക? അപ്പോ ഭക്തി സിദ്ധാന്ത സരസ്വതി പറഞ്ഞു, ഒരു കുഴപ്പമില്ല, ഞാനാ പറയുന്ന എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഗുരുദേവന്റെ വാക്യമാണ് അത് വേദവാക്യം. പിന്നെ അദ്ദേഹത്തിനെ അനുസരിച്ച് അദ്ദേഹം സന്യാസം എടുത്തു. കുറെ കാലം പോയി, അദ്ദേഹം മറന്നു, കാര്യങ്ങളൊക്കെ മറന്നു, നന്നായിട്ട് സന്യാസ ജീവിതത്തിൽ പോകുന്നുണ്ട്. കുറെ 10-20-25 വർഷത്തിന് ശേഷം, സന്യാസം എടുത്ത ശേഷം, ഇതേ ആസ്ട്രോളജറെ അദ്ദേഹം കാണുന്നുണ്ടായി. പിന്നെ അതായത് ആക്സിഡന്റലി കാണാൻ വേണ്ടി പോയതല്ല. അപ്പോ അദ്ദേഹം സന്യാസിയായിട്ടുള്ള ഒരു റോബിലാണ്, അറ്റയറിലാണ്. ചോദിച്ചു, നിങ്ങളല്ലേ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിരുന്നേ, നിങ്ങളുടെ ഗൃഹസ്ഥാശ്രമം? യെസ്, അതേ ആളിനെ ഞാൻ. അപ്പൊ വീണ്ടും അദ്ദേഹത്തിന് കൈ നോക്കാൻ പറഞ്ഞു. അപ്പോ ആ വരകളൊന്നുമില്ല, ഗൃഹസ്ഥാശ്രമത്തിലുള്ള ആ ഇതൊന്നും അതിലില്ല. അപ്പൊ അദ്ദേഹം പ്രെഡിക്റ്റ് ചെയ്തത് മുഴുവൻ റോങ് ആയി എന്നല്ല, ഡിവോഷണൽ ആക്ടിവിറ്റീസ് അത് വളരെ പൂർണ്ണമായിട്ടും നല്ല രീതിയിൽ എടുത്തപ്പോൾ
ഗുരു മഹാരാജിന്റെ ആ ഒരു എംപവർമെന്റ് കാരണം അതെല്ലാം മാറി നല്ലൊരു ഭക്തനായി, ഒരു സന്യാസിയായി. അപ്പൊ നമ്മളുടെ ഈ വരാൻ പോകുന്ന ഭാവി നമ്മളുടെ കയ്യിലാണെന്നർത്ഥം. നമ്മൾ എങ്ങനെ ഈ ജീവിതം ഉപയോഗിക്കുന്നു അതനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി. അപ്പൊ ഹോറോസ്കോപ്പില് നമ്മുടെ ഭൗതിക തലത്തിൽ ജീവിക്കുകയാണെങ്കിൽ, ഗ്രഹനില അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഹോറോസ്കോപ്പിൽ പറഞ്ഞ് ശരിയായിരിക്കും. അല്ലാണ്ട് ഭഗവാന്റെ അനുഗ്രഹം, ഭക്തന്മാരുടെ അനുഗ്രഹം, ഗുരുവിന്റെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ അധീനത്തിൽ നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ആ ജാതകത്തിൽ പറഞ്ഞൊന്നും നടക്കില്ല, നിർബന്ധമല്ലേ. അപ്പൊ എന്ത് വേണം? ഗ്രഹങ്ങളുടെ അനുസരിച്ച് ജീവിക്കണോ അതോ ഭഗവാന്റെ അനുഗ്രഹത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കണോ? നമ്മൾ തീരുമാനിക്കണം. ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്ത് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മുടെ തലവേരിയും നമ്മുടെ കൈവരിയും എല്ലാം മാറ്റിമറിക്കും. അപ്പൊ നമ്മൾ ഈ ബന്ധനത്തിൽ നിന്ന് ഈ ജന്മത്തിൽ തന്നെ നമുക്ക് മുക്തി നേടാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് ഡിവോട്ടീസിനെ സംബന്ധിച്ചോളം, ഭക്തന്മാരെ സംബന്ധിച്ചോളം ഹോറോസ്കോപ്പ് ഒന്നും കാര്യമില്ല. അതൊരു റോഡ് മാപ്പ് തരുന്നു മാത്രം. ഓക്കെ, പക്ഷെ അത് എക്സാക്ട്ലി അതുപോലെ സംഭവിക്കണമെന്നില്ല. ഹോറോസ്കോപ്പിന് നമ്മുടെ കർമ്മത്തിനെ മാറ്റിമറിക്കാൻ പറ്റില്ല. ഡിവോഷൻ നമ്മുടെ കർമ്മത്തിന് മാറ്റിമറിക്കാൻ പറ്റും. അപ്പൊ നമ്മൾ മഴ വരാൻ പോകുന്നുണ്ട്, മഴ വരാൻ പോകുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? കുട പിടിച്ച് പോകും പുറത്തേക്ക്. അത്ര ജാതകത്തിന് ചെയ്യാൻ പറ്റും. ഒരു അസുഖം വരാൻ പോകുന്നുണ്ട്, അപ്പോൾ അസുഖം അതിന്റെ ഇന്റൻസിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട്, അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് പ്രീകോഷൻ ചെയ്യും. നിങ്ങളുടെ ഹോറോസ്കോപ്പ് പ്രകാരം ഈ സമയം മുതൽ ഈ സമയം വരെ എന്താണ് നല്ല കാലമല്ല. അപ്പൊ അതിനെന്ത് ചെയ്യും? നമ്മൾ കൂടുതൽ ഇന്റൻസിറ്റിയോടെ പ്രാർത്ഥിക്കുക, ഭഗവാന്റെ സേവനം രക്ഷിക്കുക. അപ്പോൾ ആ ചീത്തകാലം എന്തായി മാറി? നല്ല കാലമായിട്ട് മാറി. നമ്മളെ ബാധിക്കില്ല. അത് വന്നാലും കൂടിയിട്ട് നമ്മളെ ബാധിക്കില്ല. അതാണ് പറയുന്നത്. അപ്പൊ അതിന് നമ്മൾ അതായത് എന്താണ് പറയുക, പരിഹാരം എന്നുള്ള നിലയ്ക്ക് നമ്മളുടെ ഭക്തിയുത സേവനം ഇന്റൻസിഫൈ ചെയ്യും. അപ്പൊ അതിന് തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെട്ടിത്തള്ളാക്കി ഭഗവാൻ മാറ്റും. അത് ഇല്ലാതാക്കാനും ഭഗവാൻ കഴിയും. അത്രയും പൂർണ്ണമായിട്ടും നമുക്ക് ആ ശരണാഗതി എടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലാണ് എല്ലാം. നമ്മൾ എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു ഓരോ സിറ്റുവേഷനോടും, അതനുസരിച്ചിരിക്കും നമുക്ക് കിട്ടുന്ന അതിന്റെ പ്രതിഫലവും. ഓക്കെ, വേറെ എന്തെങ്കിലും? ഓക്കെ, 23 ശ്ലോകം. ശക്നോതി ഹൈവ യസ്സോധും പ്രാക്ശരീര വിമോക്ഷനാത് കാമക്രോധോ ഭവം വേഗം സയുക്താ സാ സുഖീ നരഃ. ശക്നോതി ഹൈവ യാസോധും പ്രക്ഷരീര വിമോക്ഷനാത് കാമക്രോധോദ്ഭവം വേഗം സയുക്താ സാ സുഖീ നരഃ. ഹരേ കൃഷ്ണ. മഞ്ജു മാതാജി. ഹരേ കൃഷ്ണ. ശക്നോതി ഹൈവ യസോധും പ്രാക്ശരീരാ വിമോക്ഷണാത് കാമക്രോധോത്ഭവം വേഗം സയുക്താ സാ സുഖീ നരഃ. സാവിത്രി മാതാജി. ഹരേ കൃഷ്ണ. ശക്നോതി യസ്സോധും പ്രാക്ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്താ സാ സുഖീ നരഃ. ഹരേ കൃഷ്ണ. വിനോദിനി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശക്നോതി ഹൈവയാ സോഡും പ്രകാശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സായുക്താ സാ സുഖീ നരഃ. ഹരേ കൃഷ്ണ. വെരി ഗുഡ്. റോഷി മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. നമോ ഭഗവതേ വാസുദേവായ. ശക്നോതി ഹൈവ യസോഢും പ്രാക്ശരീര വിമോക്ഷണാത് കാമക്രോധോദ്ഭവം വേഗം സയുക്താ സാ സുഖീ നരഃ. ശ്രീദേവി മാതാജി.
ഹരേ കൃഷ്ണ. ഓം Right. നമോ ഭഗവതേ വാസുദേവായ. ശക്നോതി ഹൈവ യ സോഡും പ്രാക് ശരീര വിമോക്ഷണാത് കാമക്രോധാദ്ഭവം വേഗം സയുക്ത സ സുഖീ നര. ഹരേ കൃഷ്ണ. അതിന്റെ ട്രാൻസ്ലേഷൻ മലയാളത്തിൽ വായിക്കാൻ പറ്റുമോ? ആ, ഹരേ കൃഷ്ണ. ഈ ശരീരം ത്യജിക്കുന്നതിന് മുമ്പ് ഭൗതികമായ ഇന്ദ്രിയങ്ങളുടെ ത്വരയെ ചെറുക്കാനും കാമക്രോധങ്ങൾ നിയന്ത്രിക്കാനും സാധിക്കുന്ന ആൾ നല്ല സ്ഥിതിയിൽ വർത്തിക്കുന്നു. അയാൾ ഈ ലോകത്തിൽ സന്തോഷവാനാണ്. Very ഹരേ good. കൃഷ്ണ. Before giving up this present body, if one is able to tolerate the urges of material senses and check the force of desire and anger, he is well situated and is happy in this world. അപ്പോൾ ഈ ശരീരം നമ്മൾ വിട പറയുന്ന മുമ്പേ, ശരീരത്തിൽ നമ്മൾ പോകുന്ന മുമ്പേ നമ്മൾ എന്തിനെ ടോളറേറ്റ് ചെയ്യണം? അർജസ് ഓഫ് ദ മെറ്റീരിയൽ സെൻസസ് ആൻഡ് ചെക്ക് ദ ഫോഴ്സ് ഓഫ് ഡിസയർ ആൻഡ് ആംഗർ. He is well situated and he is happy in this world. For Nectar of Instruction, ഉപദേശാമൃതയില് രൂപ ഗോസ്വാമി പറയുന്നുണ്ട്, വാചോ വേഗം മനസാ ക്രോധ വേഗം ജിഹ്വാ വേഗം ഉദരോപസ്ഥ വേഗം ഏതാൻ വേഗാന്യോ വിഷഹേദ ധീര സർവം അഭിമാം വൃത്തിം ച ശിഷ്യാത്. അപ്പൊ ഇവിടെയും അതന്നെ പറയുന്നത്, നമ്മളുടെ ഇന്ദ്രിയങ്ങളെ അർജസിന്, അത്വര, ആഗ്രഹങ്ങളെ, ദേഷ്യത്തിന്, ഇതിനെല്ലാം നമ്മൾ ഒരു വിരാമം, അതിനെ ചെക്ക് ചെയ്യണം, അതിനെ കൺട്രോൾ ചെയ്യണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ ലോകത്തിൽ സുഖമായിട്ട് ജീവിക്കാൻ പറ്റൂ. എന്നാൽ മാത്രം നമുക്ക് ഈ ജന്മത്തിന് ശേഷം പരംധാമിലേക്ക് പോകാൻ പറ്റൂ. വാച്ചോ വേഗം, ഇതെല്ലാം വേഗം എന്ന് പറഞ്ഞ ഏർച്ച്, ത്വര. വാച്ച പറഞ്ഞാൽ എന്താണ്? സംസാരിക്കാനുള്ള ത്വര. സംസാരിച്ചു കൊണ്ടേയിരിക്കണം അല്ലേ? നമ്മളുടെ നാവ് അടങ്ങിയിരിക്കില്ല, എപ്പോഴും എന്തെങ്കിലും സംസാരിച്ചു കൊണ്ടേയിരിക്കണം. അതാണ് നാവിന്റെ പ്രശ്നം. നാവ് ഒന്നല്ലെങ്കിലും രണ്ട് പ്രവൃത്തിയാ ചെയ്യാം അല്ലേ? എന്താണത്? കഴിക്കലും വർത്തമാനം പറയലും. അതിങ്ങനെ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, ചലിച്ചുകൊണ്ടേയിരിക്കണം, സംസാരിച്ചുകൊണ്ടേയിരിക്കണം, പിന്നെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കണം. ചെവി രണ്ടെണ്ണുണ്ട്, പക്ഷെ പ്രവൃത്തി ഒന്നേ ഉള്ളൂ. കണ്ണ് രണ്ടെണ്ണുണ്ട്, പക്ഷെ പ്രവൃത്തി ഒന്നേ ഉള്ളൂ. പക്ഷെ നാവ് അങ്ങനെയല്ല, നാവ് ഒന്നേ ഉള്ളൂ, പ്രവൃത്തി രണ്ടാണ്. അപ്പൊ അതുകൊണ്ടാണ് നാവിനെ മോസ്റ്റ് ഒറേഷ്യസ് സെൻസ് പറയുന്നത്. ഇന്ദ്രിയം മോസ്റ്റ് ഒറേഷ്യസ് ആണ് ഇന്ദ്രിയം, വളരെ ഡേഞ്ചറസ്. അതിനെ കൺട്രോൾ ചെയ്തില്ലെങ്കിൽ നമ്മളുടെ ജീവിതം മുഴുവനെ നശിച്ചു, കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ആണ്. അപ്പൊ നാവിനെ കൺട്രോൾ ചെയ്താൽ, അതുകൊണ്ടാണ് ആദ്യം തന്നെ നാവിനെ പറ്റി പ്രതിപാദിച്ചിട്ടുള്ളത്. വാച്ചോ വേഗം, വേറെ ഒന്നും പറഞ്ഞില്ല, ഫസ്റ്റ് തന്നെ വാച്ചോ. നമ്മൾ സംസാരം കൺട്രോൾ ചെയ്താൽ നമ്മളുടെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റും. ഇതിൻ്റെ എല്ലാം കാരണക്കാരൻ നാവാണ്. അനാവശ്യമായിട്ട് അനാവശ്യ സ്ഥലത്ത് അത് അടിക്കും ഇല്ലേ? അതിനെ പ്രയോഗിക്കും. അപ്പോഴാണ് എല്ലാ പ്രശ്നങ്ങളും. മിണ്ടാതിരുന്ന ഒരു കുഴപ്പമില്ല. അപ്പോ വെറുതെ വേണ്ടാനും എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറയും. അവിടുന്നാണ് എല്ലാ കലഹങ്ങളും തുടങ്ങുന്നത്. അപ്പൊ പ്രധാനപ്പെട്ട എല്ലാ വഴക്കിന്റെയും എല്ലാ പ്രശ്നത്തിന്റെയും കാരണക്കാരൻ നാവാണ്. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യാനാണ് പറയുന്നത് രൂപഗോസ്വാമി. വാച്ചോ വേഗം. പിന്നെ മനസ്സ് അതിന്റെ ആഗ്രഹങ്ങൾക്ക് യാതൊരു ലിമിറ്റും ഇല്ല. അൺലിമിറ്റഡ് ഡിസൈർസ് ആണ് അല്ലെ? അൺലിമിറ്റഡ് ഡിസൈർസ് മനസ്സിൽ നമ്മളുടെ. അത് സീഡായിട്ട്, വിത്തായിട്ടുണ്ട്. ചില വിത്തൊക്കെ മുളച്ച് പ്ലാന്റ് ആയിട്ടുണ്ട്, ചിലതൊക്കെ പുഷ്പമായിട്ടുണ്ട്, ചിലതൊക്കെ കായകളായിട്ടുണ്ട്. മനസ്സിലെ ഇതാ പറയുന്നത് ഡിസൈർസ്, ആഗ്രഹങ്ങളിലെ ചിലത് വിത്ത് ഫോമിലാണ്, ചിലത് മുളച്ചിട്ടുണ്ട്, ചിലത് പുഷ്പങ്ങളായിട്ടുണ്ട്, അത് കഴിഞ്ഞ് പിന്നെ കായകളായി. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് സ്റ്റേജസിലാണ്. അപ്പൊ അത് അൺലിമിറ്റഡ് ഡിസൈർ, അതിനെ കൺട്രോൾ ചെയ്യണം. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മുടെ ഡിസൈർസ്, നമ്മുടെ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ഓർത്ത് ലാമെന്റ് ദുഃഖിക്കുക. ഇപ്പോഴത്തെ കാര്യം ആരും ഇല്ല, പിന്നെ വരാൻ പോകുന്ന കാര്യത്തിനെ പറ്റി ഓർമ്മിച്ച് നമ്മൾ വിഷമിക്കുക.
അതിൻ്റെ ആങ്സൈറ്റി. അപ്പൊ അതൊന്നും ഇല്ലാതിരിക്കണമെങ്കിൽ നമ്മൾ മനസ്സിനെ സ്വസ്ഥമായിട്ട് ഇരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മന്ത്രം ജപിക്കണം. മനസ്സിനെ മന്ത്രം കൊണ്ട് പ്യൂരിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. നാമം ജപിക്കണം. മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്, ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങൾ. അതിനെ നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ ശുദ്ധീകരിക്കണം മനസ്സിനെ. അതൊക്കെ എന്താണ് ചെയ്യുന്നത്? ആ മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളുടെ വിത്തുകളും ഫ്രൈ ചെയ്ത് കളയുക. ഫ്രൈ ചെയ്യുക. നല്ല ചൂടുള്ള ചട്ടിയിലിട്ടിട്ട് ഈ വിത്തിനെ ഫ്രൈ ചെയ്താൽ എന്തായി? അത് മുളയ്ക്കോ? പിന്നെ ഇല്ല. അതേപോലെ മന്ത്രം കൊണ്ട് അങ്ങനത്തെ ആഗ്രഹങ്ങളെല്ലാം ഫ്രൈ ചെയ്ത് കളയണം. ആഗ്രഹങ്ങൾ പിന്നെ പൊട്ടിമുളയ്ക്കില്ല. അതിനെ വേരോടെ പിഴുത് കളയണം. സോ ആദ്യം വാച, എന്താ? ടങ്, അതാണ് മോസ്റ്റ് ഒറേഷ്യസ്. പിന്നെ മനസ്സ്, പിന്നെ അതിന്റെ പിന്നാലെ വന്നു ക്രോധം, ദേഷ്യം. ആവശ്യത്തിനും അനാവശ്യത്തിനും ദേഷ്യം, വേണ്ടതിനും വേണ്ടാതിനും ദേഷ്യം, നല്ലതിനും ചീത്തതിനും ദേഷ്യം. ദേഷ്യം ആവശ്യമാണ്. ഓക്കെ, നമ്മളുടെ വീട്ടിലെ കുട്ടികളെ കറക്റ്റ് ചെയ്യാൻ ദേഷ്യപ്പെടണം. ഓക്കെ, ഒരു ഓഫീസിൽ ഒരാള് ഒരു സബോർഡിനേറ്റ് ജോലി ചെയ്തിട്ട് ചിലപ്പോൾ ദേഷ്യപ്പെടണം. അതൊക്കെ ആവശ്യമാണ് അതിൻ്റെതിൽ. പക്ഷെ ആ ദേഷ്യം അതൊരു പകയായിട്ട് മാറാൻ പാടില്ല, ശത്രുതയായിട്ട് മാറാൻ പാടില്ല. അത് നല്ല കാര്യത്തിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ദേഷ്യം കൊണ്ട് ഡിസ്ട്രക്ഷൻ വരാൻ പാടില്ല. നല്ലതായിരിക്കണം അതിന്റെ റിസൾട്ട്. ദേഷ്യപ്പെട്ടാലും അതിന്റെ റിസൾട്ട് എന്തായിരിക്കണം? നല്ലതായിരിക്കണം. അപ്പോൾ ദേഷ്യം, ഇത് മൂന്നും സട്ടിലാണ്. സട്ടിൽ പറഞ്ഞ സൂക്ഷ്മമായിട്ടുള്ളതാണ്. ഈ അർജസ്, ഈ ത്വര, ഒരു മനുഷ്യനുണ്ടാകുന്ന വാചം, നാവ് കൊണ്ടും മനസ്സുകൊണ്ടും ആങ്കർ, ദേഷ്യം കൊണ്ടുമുള്ള ഈ അർജസ് സട്ടിൽ, വളരെ സട്ടിലാണ്, നമുക്ക് കാണില്ല. പിന്നെ ബാക്കിയുള്ളത് മൂന്നെണ്ണം സ്ഥൂലമാണ്. വാചോവേഗം, മനസാക്രോധകം, ജിഹ്വ. പിന്നെ വീണ്ടും ജിഹ്വ. അവിടെ എന്താണ് ജിഹ്വ? ആദ്യത്തെയും ജിഹ്വ തന്നെയാണ് വാച, ആ നാവ് കൊണ്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പിന്നത്തെ ജിഹ്വ എന്താണ് ഇവിടെ? ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം. ഭക്ഷണം കഴിക്കുന്നതിനനുസരിച്ചിട്ട് എന്ത് ഭക്ഷണമാണ് കഴിക്കുന്നത് അതനുസരിച്ച് നമ്മളുടെ കോൺഷ്യസ്നെസ് ഉണ്ടായിരിക്കും. നമ്മുടെ കോൺഷ്യസ്നെസ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? വി ആർ വാട്ട് വി ഈറ്റ്. നമ്മൾ എന്താണ് കഴിക്കുന്നത് അതായിത്തീരും നമ്മൾ. രജഗുണത്തിലാണെങ്കിൽ രജഗുണിയാവും, തമോ ഗുണത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് തമോ ഗുണിയാവും, സത്വഗുണത്തിലുള്ള ഭക്ഷണം കഴിക്കുന്നത് സത്വഗുണിയാവും, സാത്വികനാവും. അപ്പൊ നമ്മൾ എന്ത് കഴിക്കുന്നു അതനുസരിച്ചിരിക്കും നമ്മുടെ കോൺഷ്യസ്നെസ്. അപ്പൊ അവിടെ ജിവ, രണ്ടാമത്തെ ഇതിലുള്ള ആ ജിവ എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ ഉപയോഗിക്കുന്ന ആ നാവ്. അതാണല്ലോ നമുക്ക് ടേസ്റ്റ് ബഡ്, നാവാണല്ലോ. അപ്പൊ അതിന്റെ ടേസ്റ്റ് ആണല്ലോ നമുക്ക് ഓരോന്നും കാണുമ്പോൾ കഴിക്കാൻ തോന്നുന്നത്, അല്ലേ? അപ്പൊ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യണം. സാത്വികമായിട്ടുള്ള മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ. പിന്നെ ജിവാവേഗം, ഉദരോ അപസ്ഥ വേഗം. ഉദരോ അതിന് നമ്മുടെ വയറിനും ആവശ്യമുണ്ട്, അല്ലേ? വയറിനും എന്താണ്? നല്ല ഭക്ഷണമാണ്. അപ്പൊ അതും ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അതും സ്ഥൂലമായിട്ടാണ്. അപസ്ഥ മീൻ ജെനറ്റൈൽസ്, റിപ്രൊഡക്ഷൻ, അതിനുള്ള ആഗ്രഹം. അപ്പൊ ഈ ആദ്യത്തെ 3 സൂക്ഷ്മമായിട്ടുള്ള ഈ ത്വരകളും രണ്ടാമത്തെ 3 സ്ഥൂലമായിട്ടുള്ള ത്വരകളും അതിനെ കൺട്രോൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഈ ലോകത്ത് അതേപോലെ പരം ലോകത്തും സന്തോഷം ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. സോ ബിഫോർ ഗിവിങ് അപ്പ് ദിസ് പ്രസന്റ് ബോഡി, ഈ ശരീരം വിടുന്നതിന് മുമ്പേ നമ്മൾ ഇതെല്ലാം ടോളറേറ്റ് ചെയ്യണം. ഈ അർജസ് അല്ല, ടോളറേറ്റ് ദ അർജസ് ഓഫ് ദ മെറ്റീരിയൽ സെൻസസ് ആൻഡ് ചെക്ക് ദ ഫോഴ്സ് ഓഫ് ഡിസയർ ആൻഡ് ആങ്കർ. നമ്മുടെ ആഗ്രഹം അതേപോലെ ദേഷ്യം ഇതെല്ലാം നമ്മൾ ചെക്ക് ചെയ്യണം. ചെക്ക് പറഞ്ഞാൽ സ്റ്റോപ്പ് ചെയ്യണം. അതിനെ വളരാൻ അനുവദിക്കരുത്. നമ്മൾ അതിനെന്താ ചെയ്യണേ? വീണ്ടും വെള്ളം ഒഴിക്കുന്നു, വളം ഇട്ട് കൊടുക്കുന്നു. അത് ചെയ്യാൻ പാടില്ല. അതിനെ വെള്ളം കൊടുക്കാൻ പാടില്ല. അത് ഡ്രൈ ആവണം. അപ്പൊ അതിനെ ഡ്രൈ ആക്കുക ഭക്തിയുത സേവനത്തിലൂടെ. അപ്പൊ അങ്ങനത്തെ ആഗ്രഹങ്ങളൊന്നും
കാരണം ഒരു ഹയർ ടേസ്റ്റ് കിട്ടിയാൽ ലോവർ ടേസ്റ്റ് പ്രാധാന്യം ഉണ്ടാവില്ല. ഹയർ ടേസ്റ്റിലൂടെ ലോവർ ടേസ്റ്റിനെ നശിപ്പിക്കുക. അങ്ങനെയുണ്ട്. ഹീസ് വെൽ സിറ്റുവേറ്റഡ് ആൻഡ് ഈസ് ഹാപ്പി ഇൻ ദിസ് വേൾഡ്. പർപ്പോട്ട് കൂടി വായിക്കാം. If one wants to make steady progress on the path of self-realization, he must try to control the forces of material senses. There are the forces of talk, forces of anger, forces of mind, forces of stomach, forces of genitals, and forces of tongue. ഇതാണ് ഞാൻ പറഞ്ഞത്. വാചോ വേഗം, മനസാ ക്രോധവേഗം, ജിഹ്വാവേഗം, ഉദരോ പ്രസ്ഥവേഗം, ഏതാൻ വേഗാൻ വിഷഹേദ തീരാത് സർവം അഭിമാം വൃത്തിം ച ശീശ. ഇതാണ് പ്രഭാത ഇവിടെ പർപ്പോട്ടിലും പറയുന്നത് അത് തന്നെയാണ്. ഓക്കെ, ഫോഴ്സസ് ഓഫ് ടോക്ക് സംസാരിക്കുന്നത്, ഫോഴ്സ് ഓഫ് ആങ്കർ ദേഷ്യത്തിന്റെ, മൈൻഡ് മനസ്സിന്റെ, പിന്നെ ഉദരത്തിന്റെ, പിന്നെ ജെനറ്റൈൽസ്. ഇതെല്ലാം നമ്മൾ കൺട്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പ്രപഞ്ചത്തിലെ, ഈ ഭൗതിക ലോകത്തിലെ, ഈ ബ്രഹ്മാണ്ടത്തിലെ ശാശ്വതമായിട്ട് പെർപെച്വലി നമ്മളിവിടെ ബന്ധിക്കപ്പെടും എന്നാണ് പറയുന്നത്. One who is able to control the forces of all these different senses and the mind is called Goswami. അപ്പൊ അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു വ്യക്തിയെ ഗോസ്വാമി, അതായത് ഗോ പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ, സ്വാമി പറഞ്ഞാൽ കൺട്രോളർ. ഇന്ദ്രിയങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഒരാളാണ് ഗോസ്വാമി. നമ്മളെന്താണ്? നമ്മളല്ല, ഞാൻ, നമ്മളെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഗോദാസൻ. ഓക്കെ, ഗോദാസൻ. ഞങ്ങളൊക്കെ തന്നെ ഓക്കെ, അപ്പൊ അതാണ് ഗോസ്വാമി ഓർ സ്വാമി. സ്വാമി മീൻ കൺട്രോളർ. Such Goswamis live strictly controlled lives and forgo altogether the forces of the senses. അങ്ങനെ ഗോസ്വാമിമാരെ ഇതെല്ലാം കൺട്രോൾ ചെയ്ത് അവര് സ്ട്രിക്ട്ലി ഭഗവാൻ എന്താണോ പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം ജീവിക്കുന്ന ആൾക്കാരാണ്. മെറ്റീരിയൽ ഡിസയേഴ്സ് വെൻ അൺസാറ്റിയേറ്റഡ് ജനറേറ്റ് ആങ്കർ. അതായത് ഭൗതിക തലത്തിലുള്ള ആഗ്രഹങ്ങളെ അതിനെ തൃപ്തി വരുത്തിയില്ലെങ്കിൽ എന്താണ്? ദേഷ്യം വരും. അല്ലെ? എന്താണ് ഭഗവത്ഗീത പറയുന്നത്? ക്രോധാത് ഭവതി സമോഹ. യെസ്, ക്രോധാത് ഭവതി സമോഹ, സമോഹ സ്മൃതി വിഭ്രമ, സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശോ, ബുദ്ധിനാശാത് പ്രണശ്യം. അതിന് മുമ്പത്തെ ശ്ലോകം എന്താണ്? ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു വിജായതേ സംഗസ്തഞ്ജായതേ കാമ കാമാ ക്രോധോപി ജായതേ. ധ്യായതേ വിഷയാം പുംസ. ധ്യായത എന്ന് പറഞ്ഞാൽ കോണ്ടംപ്ലേറ്റ് ചെയ്യുക, മെഡിറ്റേറ്റ് ചെയ്യുക, ഫോക്കസ് ചെയ്യുക. വിഷയം എന്ന് പറഞ്ഞാൽ സെൻസ് ഒബ്ജക്റ്റില് നമ്മള് ആ സെൻസ് ഇന്ദ്രിയ വിഷയങ്ങളിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക? അറ്റാച്ച്മെന്റ് വരും. സംഘസ് ജായതേ വിഷയാ പുംസം സംഘസ്തേശുപജായതേ അറ്റാച്ച്മെന്റ്. സംഘ സഞ്ജായതേ കാമ. ആ സംഘത്തിൽ നിന്ന് എന്ത് പറയും? വരും കാമം, ആഗ്രഹങ്ങള്. കാമോ ക്രോധോപിജായത്. കാമം അവിടെ ഫുൾഫിൽ ചെയ്തില്ലെങ്കിൽ, അൺസേഷിയേറ്റഡ്, ഇവിടെ പറഞ്ഞില്ലേ അൺസേഷിയേറ്റഡ്, അത് ഫുൾഫിൽ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ്? ആങ്കർ, ദേഷ്യം. സഞ്ജായതേ കാമ കാമാത് ക്രോധോപിജായതേ. കാമത്തിന് ദേഷ്യം. പിന്നെ ക്രോധാത് ഭവതി സമോഹ. ക്രോധത്തിന് സമോഹ, ഇല്യൂഷൻ. അങ്ങനെ ഈ രണ്ട് ശ്ലോകങ്ങളും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഭഗവാൻ അർജുന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ഈ ഭൗതിക ലോകത്തില് അധപ്പതിക്കുന്നത് എന്ന് ഈ രണ്ട് ശ്ലോകം പഠിച്ചാൽ മനസ്സിലാക്കാം. എങ്ങനെ ഇതിന്ന് മുക്തി നേടാം എന്നുള്ളത് രൂപഗോസ്വാമിയുടെ വാചോവേഗം എന്നുള്ള ഇതൊന്ന് പഠിച്ചാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇവിടെ ബന്ധിക്കപ്പെടുന്നത് ഈ രണ്ട് ശ്ലോകം പഠിക്കുക. ധ്യായതേ വിഷയാം പുംസ, പിന്നെ ക്രോധാത് ഭവതി സമോഹ. നമ്മൾ എങ്ങനെ പെർപെച്വലി നമ്മൾ എങ്ങനെ ശാശ്വതമായിട്ട് ഈ സംസാര സാഗരത്തിൽ നിന്ന് ആധ്യാത്മിക ലോകത്തിലേക്ക്, പരംധാമിലേക്ക് പോകാൻ പറ്റും, അതിനുള്ള വിധി ഈ ഒരു ശ്ലോകം പഠിച്ചാൽ മതി. വാചോ വേഗം മനസ്സാ ക്രോധവേഗം.
So therefore, one must practice to control them before one gives up this material body. One who can do this is understood to be self-realized and is thus happy in the state of self-realization. It is the duty of transcendentalists to try strenuously to control desire and anger. അപ്പൊ നമ്മൾ പരിശ്രമിക്കണം നമ്മളുടെ ആഗ്രഹങ്ങളും നമ്മളുടെ ദേഷ്യത്തിനേക്കാൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടി. എന്നാൽ മാത്രമേ നമുക്ക് അഭിവൃദ്ധി ഉണ്ടാവൂ, ആധ്യാത്മിക തലത്തിൽ മുന്നേറാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ഈ സംസാര സാഗരത്തിൽ വന്നും പോയും കൊണ്ടേയിരിക്കും, പൊങ്ങിയും താണും കൊണ്ടേയിരിക്കും. ചിലപ്പോൾ മീതെ, ചിലപ്പോൾ താഴെ, ചിലപ്പോൾ മുങ്ങും, ചിലപ്പോൾ പൊങ്ങും. ചിലപ്പോൾ ഹയർ പ്ലാനറ്ററി സിസ്റ്റം, ചിലപ്പോൾ മിഡിൽ പ്ലാനറ്ററി, ചിലപ്പോൾ ലോവർ പ്ലാനറ്ററി, ചിലപ്പോൾ മൃഗം, ചിലപ്പോൾ പക്ഷി, ചിലപ്പോൾ വൃക്ഷം, ചിലപ്പോൾ മത്സ്യം, ചിലപ്പോൾ കൃമി, ചിലപ്പം മനുഷ്യൻ. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള യോനികളിൽ കൂടെ സഞ്ചരിച്ച് അനന്തമായിട്ടുള്ള ഈ സംസാര സാഗരത്തിൽ നമ്മൾ കടന്നിങ്ങനെ പൊങ്ങിയും താണും ഇരിക്കും. എത്രത്തോളം കാലം നമുക്കറിയില്ല. അതിനുള്ള പ്രതിവിധിയാണ് ഭഗവാൻ ഇവിടെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യവച പതിതാനാം പാവനേഭ്യോ वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव की जय, श्रील प्रभुपाद की जय, गुरु महाराज की जय. जय गो प्रेमानंद. हरि हरि बोल. हरे कृष्णा.